വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബൈർ. അപ്പോൾ ഇന്ന് ഞാൻ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1 ലിറ്റർ പാലിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1/2 ലിറ്റർ പാലിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിക്കുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ആ ഒരു മുള്ള് പോലെയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് പീൽ ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിംഗ് കഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു പീലറോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് അതൊന്ന് പീൽ ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കുമേ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലിലേക്ക്. അപ്പം എപ്പോഴും നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും മുന്നേ ആയിട്ട് ചൈന ഗ്രാസ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം എന്തായാലും കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1 കപ്പ് നോർമൽ വാട്ടർ, നമ്മൾ സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. ഒരു പുഡിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കാണുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ, പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു മുള്ളുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പീൽ ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു പീലർ വെച്ചിട്ട്. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ മുള്ളെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചെറിയ പീസസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഈ ഒരു പഞ്ചസാര മാത്രം മതി കേട്ടോ. അത് വെന്ത് വരുമ്പോൾ ആ ഒരു പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതാ കണ്ടില്ലേ, അത് വെന്ത് വരുന്ന സമയത്ത് അതിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പൈനാപ്പിൾ അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, പൈനാപ്പിളൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഏത് പാത്രത്തിലാണോ മെൽറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതേസമയം തന്നെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് മിഠായി മേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. 200 ഗ്രാമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ടിന്ന് 200 ഗ്രാമിൻ്റെയാണ്. 400 ഗ്രാമിൻ്റെ ടിന്നാണെങ്കിൽ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1/2 ലിറ്റർ പാലിലേക്ക് അത്രയും മതി. ഇത് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുഴുവനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കുക. ഈ ഒരു പുഡിങ്ങിൻ്റെ മധുരത്തിന് ഈ ഒരു മിഠായി മേറ്റ് മാത്രം പോരാ കേട്ടോ. ഈ ഒരു 200 ഗ്രാം മിഠായി മേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മധുരമൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് പാലിലേക്ക് പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ടാണ് മിഠായി മേറ്റും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഇതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഒരേ സമയം തന്നെ ചൈന ഗ്രാസും പാലിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാലിൻ്റെ മിക്സ് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യം കുറച്ച് നേരം ഒന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചൈന ഗ്രാസ് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റായിട്ട് കിട്ടൂല. ചിലവർ പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പുഡിങ് റെഡിയായി കിട്ടൂല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പാല് വെക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലേക്ക് ഈ ഒരു ചൈന ഗ്രാസ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഒരേ സമയം തന്നെ പാലും ചൈന ഗ്രാസും നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലവർ പറയും പാല് പെട്ടെന്ന് ചൂടായിട്ട് കിട്ടുന്നുണ്ട്. അത് ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലേ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടാൻ വേണ്ടി താമസം എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യം ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ വെച്ച് കൊടുക്കുക. കുറച്ച് ഇതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം പാല് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ പാലും ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു 1/2 ലിറ്റർ പാലിൻ്റെ പുഡിങ്ങിന് കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു 1/4 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് എല്ലാം നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും അത്യാവശ്യം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ചൈന ഗ്രാസ് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു ചൈന ഗ്രാസ് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു സമയത്താണ് പാല് പിരിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് പാല് പിരിഞ്ഞു പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാല് തിളക്കാൻ പാടില്ല കേട്ടോ. തിളക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും പാല് പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാൽ അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് വേണം ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഈ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ചൈന ഗ്രാസിൻ്റെയും പാലിൻ്റെയും ചൂട് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ഇല്ലേ, ഇതൊന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങിൽ ഞാൻ ഈ ഒരു പൈനാപ്പിൾ അരച്ച് ചേർക്കുന്നില്ല. ഈ ഒരു പീസസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും വ്യത്യാസമായിട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ അരച്ചെടുത്ത സമയത്ത് അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ആ ഒരു ചൂട് കുറച്ചൊന്ന് മാറിയ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും നമ്മളിതിലേക്ക് ഈ ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു പുളിരസം ഉള്ളതല്ലേ, അതുകൊണ്ടാണ് മാംഗോയും പൈനാപ്പിളും ഒക്കെ നമ്മളെപ്പോഴും ഈ ഒരു പാലിൻ്റെ മിക്സ് അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് നേരിട്ട് ചേർത്ത് കൊടുത്ത സമയത്ത് മെൽറ്റ് ആവാൻ കുറച്ച് പാടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഇട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം എപ്പോഴും നിങ്ങൾ അരച്ചെടുത്തുള്ള ഈ ഒരു പൾപ്പിലേക്ക് ഇതൊന്ന് കുറച്ച് പാലിൻ്റെ മിക്സ് എടുത്ത് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് മിക്സായിട്ട് കിട്ടും. അപ്പം കട്ടിയുള്ള ഒരു പൾപ്പ് നിങ്ങൾ എപ്പോഴും കുറച്ച് പാൽ ഒഴിച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വേവിച്ച പൈനാപ്പിൾ വേണം കേട്ടോ. അതൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാംഗോയും പൈനാപ്പിളും ഒക്കെ പാലിൻ്റെ ആ ഒരു മിക്സ് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് അതിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് മാറിയതിന് ശേഷം മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ട്രേയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് 1/2 ലിറ്റർ പാലിൻ്റെ കണക്കിനുള്ള പുഡിങ്ങാണ് കേട്ടോ ഞാൻ ഇതിൽ സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആ ഒരു പാലിൻ്റെ മിക്സ് അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ ഒരു പുഡിങ്ങിന് ആ ഒരു സോഫ്റ്റോടെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഇതിൽ ചൈന ഗ്രാസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പീസസും അതുപോലെ തന്നെ നമ്മൾ ഇത് പൈനാപ്പിളിൻ്റെ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൈനാപ്പിളിൻ്റെ ചെറിയ നാരും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പാലിൻ്റെ മിക്സിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ അരിച്ച് പാലിൻ്റെ മിക്സിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അരിച്ചൊഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് നേരിട്ട് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഇത് പൈനാപ്പിളിൻ്റെ പുഡിങ് ആയതുകൊണ്ടും അതിലൊക്കെ ചെറിയ ചെറിയ നാരുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഈ ഒരു സമയത്ത് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ആ ഒരു പൈനാപ്പിളിൻ്റെ ചെറിയ നാരുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബബിൾസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു സെറ്റായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇത് കുറച്ചൊന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുഴുവനായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു പൈനാപ്പിൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത് ആ ഒരു പൈനാപ്പിളിൻ്റെ ഇടയിലായിട്ട് കുറച്ച് പംകിൻ സീഡ്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബദാമോ അല്ലെങ്കിൽ പിസ്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഞാനൊരു 3-4 മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പുഡിങ് റെസിപ്പീസിൽ പറയുന്ന പോലെ തന്നെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ ഒരു 3-4 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊക്കെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പുഡിങ് കൂടിയാണ് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ പുഡിങ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാനിതൊരു കട്ട് ചെയ്തെടുക്കുന്ന രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത്. അപ്പോൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് 1-2 ഗ്രാം ചൈന ഗ്രാസ് കൂടുതൽ ചേർക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ക്രീമി ടെക്സ്ചറിലാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 6-7 ഗ്രാം ചൈന ഗ്രാസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ 1 ലിറ്റർ പാലിൽ ഈ ഒരു പൈനാപ്പിൾ പുഡിങ് ഞാൻ സെയിൽ ചെയ്യുന്നത് 700 രൂപക്കാണ്. 1/2 ലിറ്റർ പാലിൽ പൈനാപ്പിൾ പുഡിങ് ഞാൻ സെയിൽ ചെയ്യുന്നത് 400 രൂപക്കാണ്. അപ്പോൾ ഓരോരുത്തരും സെയിൽ ചെയ്യുന്ന റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിലവർ കൂടുതലായിരിക്കും, ചിലവർ കുറവായിരിക്കും. അപ്പം ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് ഈ ഒരു റേറ്റിലാണ് കേട്ടോ. അപ്പം എല്ലാ പുഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാനിതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മുന്നേ ഞാൻ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, കണ്ടു നോക്കുക. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.